ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി തങ്ങൾ നിസ്കരിച്ച ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. 16 മാസം വരെ നിസ്കരിച്ചു. നബി തങ്ങൾക്ക് കഅബയിലേക്ക് തന്നെ ഖിബിലയാവാൻ വല്ലാത്ത ആഗ്രഹം. കഅബ അമ്പിയാക്കന്മാരുടെയും നബി തങ്ങളുടെ വല്യപ്പ ഉപ്പാപ്പ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെ ഒക്കെ ഖിബിലയാണ്. അപ്പൊ എനിക്ക് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു ആഗ്രഹം നബി തങ്ങൾക്ക് വന്നു. അങ്ങനെയാണ് നബി തങ്ങൾ ഒരു നിസ്കാരത്തിൽ മസ്ജിദുൽ ഖിബിലത്തൈനിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നു. അങ്ങനെ നബി തങ്ങൾ കഅബയിലേക്ക് തന്നെ നിസ്കരിച്ചു. അങ്ങനെയാണ് ഖിബിലത്തൈൻ, 2 ഖിബിലയുടെ പള്ളിയിൽ നിന്ന് വന്നത്. നബി തങ്ങൾ ആദ്യം നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? കഅബയിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നബി തങ്ങൾ നിസ്കരിച്ച് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സമയത്ത് അന്നൊക്കെ മരണപ്പെടുമ്പോ നബി തങ്ങൾ ആ നിസ്കരിക്കുന്ന സമയത്ത് മറ്റിൽ പൈക്കുമ്പോഴൊക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചിട്ടാണ് മയ്യത്ത് മറവാടിൽ നിന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഈ മഹാന് വഫാത്തിന്റെ ശേഷവും ആ മഹാന്റെ ഖബറ് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു എന്ന് കറാമത്തിന്റെ ഭാഗമായിട്ട് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയുള്ള പല ആളുകളും പൂർവികരായ ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു മഹാന്റെ സവിധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ആഖിബത്ത് നന്നായി ഈമാനുള്ള ജീവിതം നൽകി അല്ലാഹു തആല നമുക്ക് ഇതിനൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. وَأَتِيهِ الْحَسَنَاتُ